ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിഷമങ്ങൾ വന്നാലും മനസ്സ് തളർന്നാലും കുളിരുള്ളൊരാശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുളിരുള്ളൊരാശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ. وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها غراما إنها ساءت مستقرا ومقاما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സർവാധിനാഥനായ പടച്ച തമ്പുരാനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ട എല്ലാവിധ മാനസികമായ ശാരീരികമായ അവസ്ഥകൾ നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും നാളെ അവന്റെ സ്വർഗത്തിലെ അത്യുന്നത പദവിയായ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഇണകളെയും മക്കളെയും കുടുംബത്തെയും പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപദേശിക്കുന്ന കാര്യങ്ങൾ എനിക്കും കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പകർത്തുവാനും അങ്ങനെ തഖ്വയുള്ളവരായി ജീവിക്കാനും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനും അല്ലാഹു ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ 25-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഒരുപാട് സ്വഭാവ സവിശേഷതകൾ വിശദീകരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ സത്യവിശ്വാസികളായ ആളുകൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളും വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ പ്രാർത്ഥനയായി 65-ാമത്തെയും 66-ാമത്തെയും ആയത്തുകളിലൂടെ അല്ലാഹു അറിയിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു പ്രാർത്ഥനയുണ്ട്. വല്ലദീന സത്യവിശ്വാസികളായ ആളുകൾ യഖൂലൂൻ
അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, റബ്ബന, ഞങ്ങളുടെ നാഥ, സിരിഫ് അന്ന അസാബ ജഹന്നം, അല്ലാഹുവേ നരകശിക്ഷ ഞങ്ങളിൽ നിന്നും നീ ഒഴിവാക്കി തരണമേ, മാറ്റിക്കളയണമേ. കാരണം ഇന്ന അസാബഹ കാന ഗറാമ, തീർച്ചയായും നരകശിക്ഷ എന്ന് പറയുന്നത്, നരകാഗ്നി എന്ന് പറയുന്നത് അത് വിട്ടൊഴിയാത്ത വിപത്താകുന്നു. മാത്രവുമല്ല ഇന്നഹാ സാഅത്ത് മുസ്തഖറ വ മുഖാമ, തീർച്ചയായും നരകം അത് മോശമായ താവളവും പാർപ്പിടവുമാകുന്നു. അതുകൊണ്ട് നാഥ, ആ നരകാഗ്നി ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, അതിനേക്കാൾ അപ്പുറമാണ്. അതുകൊണ്ട് ആ നരകാഗ്നി, നരകത്തി ഞങ്ങളിൽ നിന്നും നീ അകറ്റിക്കളയണമേ എന്ന് സത്യവിശ്വാസികളായ ആളുകൾ നാഥനോട് നിരന്തരമായി ദുആ ചെയ്യുന്നുവെന്ന് പടച്ച തമ്പുരാൻ അവന്റെ ഗ്രന്ഥത്തിന്റെ സൂറത്തുൽ ഫുർഖാനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നരകമെന്ന് പറയുമ്പോൾ, ജഹന്നം എന്ന് പറയുമ്പോൾ ധാരാളമായി കേൾക്കുകയും മനസ്സിലാക്കുകയും പലതവണ പ്രഭാഷണങ്ങളിലൂടെ കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. വളരെ ശക്തമായ ഒരു വിഷയമാണ് നരകമെന്ന് പറയുന്നത്. പക്ഷേ ഇന്നിന്റെ മഹാഭൂരിഭാഗം ആളുകളും അവഗണനയോടുകൂടി, അശ്രദ്ധയോടുകൂടി കാണുകയും അവഗണിക്കുകയും ചെയ്യുന്ന ഒരു വിഷയവുമാണ് നരകമെന്ന് പറയുന്നത്. നാം മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും നാം വായിക്കുമ്പോൾ കഠോരമായ ശിക്ഷകളുടെ കേദാരമായിട്ടാണ് നരകത്തെ പരിചയപ്പെടുത്തുന്നത്. അഗാധതയിലേക്ക് ആണ്ടുകിടക്കുന്ന ഒരു മഹാകിടങ്ങായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നരകത്തെ നമുക്ക് മുമ്പിൽ വിവരിച്ചു തരുന്നത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിന്റെ അവസ്ഥകളെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും, സ്വർഗത്തിന്റെ പദവികൾ, സ്വർഗം ഇങ്ങനെ മുകളിലേക്ക് പോകുന്തോറും അതിന്റെ സ്വർഗത്തിലെ പദവികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് പറയുമ്പോൾ നരകത്തെക്കുറിച്ച് പറയുന്നത് താഴോട്ട് പോകുന്തോറും ശിക്ഷകൾ വർദ്ധിക്കുകയും പ്രയാസങ്ങൾ വർദ്ധിക്കുകയും വേദനകൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു ലോകമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നരകത്തെ പരിചയപ്പെടുത്തുന്നത്. നമുക്കൊക്കെ പലർക്കും മനപ്പാടമുള്ള, പരിചയമുള്ള ഏറ്റവും ചെറിയ അധ്യായങ്ങളിൽപ്പെട്ട ഒരു അധ്യായമാണല്ലോ വിശുദ്ധ ഖുർആനിലെ 101-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖാരിഅ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ പരിചയപ്പെടുത്തിയത് ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ എന്ന. ഫഉമ്മുഹു ഹാവിയ, അവന്റെ ഉമ്മയാകുന്നു നരകം, അവന്റെ ഉമ്മയാകുന്നു നരകമെന്ന. അഥവാ നരകത്തിയിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ, നരകാഗ്നിയിലേക്ക് ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവിടെ ലഭിക്കാനുള്ളതെല്ലാം ആ നരകത്തിലെ പ്രയാസങ്ങൾ മാത്രമാണ്. ഒന്നുകൂടെ വിശദീകരിച്ചാൽ, ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ മക്കൾ ഉമ്മയെ വിളിക്കാറുണ്ട്. അവന് ഭക്ഷണം വേണമെങ്കിൽ ഉമ്മയോട് ആവശ്യപ്പെടും, അവന് വസ്ത്രം വേണമെങ്കിൽ ഉമ്മയോട് ആവശ്യപ്പെടും. അങ്ങനെ തുടങ്ങി അവന്റെ മുഴുവൻ കാര്യങ്ങൾക്കും അവൻ ആവശ്യപ്പെടാനുള്ളത് ഉമ്മയോടാണ്. അതേപോലെ തന്നെയാണ് നരകത്തിൽ ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ നരകത്തോട് എല്ലാം അവൻ ചോദിക്കുകയും, എന്നാൽ ഓരോന്നോരോന്ന് ലഭിക്കും തോറും അതെല്ലാം പ്രയാസങ്ങളായി തീരുകയും ചെയ്യുമെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, റബ്ബിന്റെ ചോദ്യം, വമാ അദ്റാക മാ ഹിയ, നിനക്കറിയോ എന്താണ് ഹാവിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉത്തരം നാറുൻ ഹാമിയ, ചൂടേറിയ നരകാഗ്നിയത്രേ അത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നരകശിക്ഷയെക്കുറിച്ചോ നരകത്തിലെ പ്രയാസങ്ങളെക്കുറിച്ചോ അതിലെ ശിക്ഷകളെക്കുറിച്ചൊന്നും ഒരുപക്ഷെ നമ്മുടെ നാവ് കൊണ്ട് സംസാരിച്ചു ഫലിപ്പിക്കുവാനോ അതല്ലെങ്കിൽ പേനകൾ കൊണ്ട് എഴുതി തീർക്കുവാനോ കഴിയാത്ത വിധം അതിനേക്കാൾ അപ്പുറമാണ് നരകത്തെക്കുറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതേപോലെ തന്നെ പടച്ച തമ്പുരാന്റെയും ഓരോ വചനങ്ങളും. അതുകൊണ്ട് തന്നെയാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നമുക്കൊക്കെ മനഃപ്പാടമുള്ള, പലപ്പോഴും നമ്മളൊക്കെ ആവർത്തിച്ച് പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന. നമ്മുടെ നേതാവ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥന അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഏതാണ്? ആ പ്രാർത്ഥന റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഞങ്ങളുടെ നാഥാ, ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ ദുനിയാവിലെ നന്മകളെല്ലാം നീ ഞങ്ങൾക്ക് നൽകണമേ. അതോടൊപ്പം വഫിൽ ആഖിറതി ഹസനതൻ അവസാന നാളിലെ ആഖിറത്തിലെ നന്മകളും നിന്നോട് ഞങ്ങൾ ചോദിക്കുകയാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനത്തോടുകൂടി നിന്നോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് വഖിനാ അദാബന്നാർ നരകശിക്ഷ. അതിൽ നിന്നും നാഥാ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ, അവിടെ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്നാണ് ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ തവണ റബ്ബിനോട് ആവർത്തിച്ച് ചോദിക്കേണ്ടതെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നരകത്തെ സംബന്ധിച്ച് ഓരോ പരാമർശവും പ്രിയപ്പെട്ടവരെ ഏതൊരു വിശ്വാസിയുടെ മനസ്സിനെയും കിടിലം കൊള്ളിക്കുന്ന രൂപത്തിലാണ്. അതാ വിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബയുടെ 81-ാമത്തെ വാചകത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ലോകത്തുള്ള മുഴുവൻ ആളുകളോടും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി റബ്ബ് ആവശ്യപ്പെടുന്ന ഒരു വാചകമുണ്ടല്ലോ. കുൽ നബിയേ, നീ പറഞ്ഞു കൊടുക്കണം, നാറു ജഹന്നമ അശദ്ദു ഹർറാ, നരകാഗ്നി എന്ന് പറയുന്നത് അതികഠിനമായ ചൂടുള്ളതാണ് എന്ന വിഷയം ആളുകൾക്ക് അറിയിച്ചു കൊടുക്കണം നബിയേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. നരകത്തിയിലെ ഏറ്റവും ചെറിയ ശിക്ഷയെക്കുറിച്ചും അതേപോലെ തന്നെ നരകാഗ്നിയുടെ ചൂടിനെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നിടത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നാറുക്കും ജുസ്അം മിൻ 70 ജുസ്അം മിൻ നാരി ജഹന്നം. മനുഷ്യരെ, നിങ്ങൾ അറിയണം, നിങ്ങൾ കത്തിക്കുന്ന ഈ ദുനിയാവിലെ തീയുണ്ടല്ലോ, അത് നരകത്തിലെ തീയിന്റെ 70 മാത്രമാകുന്നു. അതങ്ങ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോ ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിക്കുകയാണ്, ഇൻകാനത്ത് ലകാഫിയ, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് തന്നെ ധാരാളമാണല്ലോ, ഇത് തന്നെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണല്ലോ. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിശദീകരിക്കുകയാണ്, ഫുള്ളിലത്ത് അലൈഹിന്ന ബിതിസ്അത്തിൻ വസിത്തീന ജുസ്ആ, നരകത്തിലെ തീയുണ്ടല്ലോ, ഈ ദുനിയാവിലെ തീയിനോട് 69 ഭാഗങ്ങൾ ചേർത്താണ് റബ്ബ് തയ്യാറാക്കിയിരിക്കുന്നത്. കുല്ലുഹുന്ന മിസ്ലു ഹർരിഹാ, ഓരോ ഭാഗത്തിനും ഈ ദുനിയാവിലെ തീയിന്റെ അതേ ചൂട് തന്നെയായിരിക്കും. അഥവാ ഈ നരകാഗ്നി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്നതിനപ്പുറം ചൂടുള്ളതാണെന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. ഒരു ചെറിയ തീപ്പെട്ടിക്കൊള്ളിയുടെ ചൂട് പോലും സഹിക്കാൻ കഴിയാത്ത മനുഷ്യൻ വസ്ത്രം അയൺ ചെയ്യുമ്പോ ആ അയൺ ബോക്സിന്റെ ഒരു ഭാഗം പോലും ദേഹത്തെങ്ങാനും തട്ടിയാൽ അതുപോലും സഹിക്കാൻ കഴിയാത്ത മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചു നോക്കൂ, ഇതിനേക്കാൾ എത്രയോ ഇരട്ടി ചൂടുള്ള തീയാണ് നരകാഗ്നി എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയെ കുറിച്ച് പറയുന്നിടത്ത് ഇന്ന അഹ്വന അഹ്ലിൻ നാരി അസാബ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നരകത്തിലെ ഏറ്റവും ചെറിയ ചൂടുണ്ടല്ലോ, ഏറ്റവും ചെറിയ ശിക്ഷയുണ്ടല്ലോ, റജുലുൻ അല അഖ്മസി ഖദമൈഹി ജംറത്താൻ, 2 കാൽപാദങ്ങൾക്കടിയിലായി 2 തീക്കനലുകൾ റബ്ബ് വെക്കുകയാണ്. യഗ്ലി മിൻഹുമാ ദിമാഉഹു, ആ തീക്കനൽ കാരണത്താൽ അവന്റെ തലച്ചോർ പോലും തിളച്ചു മറിയുകയാണ്. കമാ യഗ്ലിൽ മിർജലു വൽ കുംകും, എങ്ങനെയാണെന്നറിയോ, ചീനച്ചട്ടിയും ചെമ്പുകലവും തിളക്കുന്നത് പോലെ അവന്റെ തലച്ചോർ പോലും തിളച്ചു മറിയുകയാണ് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് വിശദീകരിക്കുകയാണ്. ഇതായിരിക്കും പ്രിയപ്പെട്ടവരെ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയെങ്കിൽ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയെക്കുറിച്ച് ഒരു മനുഷ്യനെ ആലോചിക്കാൻ കഴിയുന്നതിലും ചിന്തിക്കാനാവുന്നതിലും അപ്പുറമാണ്. നാം മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിലൂടെ നരകത്തെക്കുറിച്ച് പറയുന്നത് ഏത് കൊടും പാപിയെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ അതിവിശാലമായ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം തയ്യാറാക്കിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആന്റെ 7-ാമത്തെ അധ്യായം
സൂറത്തുൽ അഅറാഫിലെ 179 വാചകം, വലഖദ് സറഅനാ ലിജഹന്നം കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ജിന്നുവർഗത്തിൽ നിന്നും അതേപോലെ തന്നെ മനുഷ്യവർഗത്തിൽ നിന്നും ധാരാളം ആളുകളെ നരകത്തിന് വേണ്ടി നാം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് അവർ നരകത്തിലേക്ക് പോവാനുള്ള കാരണമെന്ന് വിശദീകരിക്കുകയാണ്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയം നൽകി, പക്ഷേ ആ ഹൃദയം കൊണ്ട് അവർ ചിന്തിച്ചില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അല്ലാഹു അവർക്ക് കണ്ണുകൾ നൽകി, ആ കണ്ണുകൾ കൊണ്ട് അവർ കാണാൻ ശ്രദ്ധിച്ചില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അല്ലാഹു അവർക്ക് കാതുകൾ നൽകി, പക്ഷേ റബ്ബിന്റെ വാചകങ്ങൾ കേൾക്കാനോ അല്ലാഹുവിന്റെ ഉത്ബോധനങ്ങൾ കേൾക്കാനോ അവരുടെ കാതുകൾ കൊണ്ട് അവർ തയ്യാറായില്ല. എന്നിട്ടതാ പടച്ച തമ്പുരാൻ അവരെ പരിചയപ്പെടുത്തുകയാണ്. ഉലൈക കൽ അൻആം. അവരതാ നാൽക്കാലികളെ പോലെയാണ്. ബൽഹും അദല്ല്. അതല്ല, അതിനേക്കാൾ അതപ്പതിച്ച വിഭാഗമാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവർ തന്നെയാണ് അശ്രദ്ധരായ ആളുകൾ. ഇങ്ങനെ ശ്രദ്ധയില്ലാതെ അശ്രദ്ധരായിക്കൊണ്ട് കഴിഞ്ഞ ആളുകളുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങൾ സ്വീകരിക്കാതെ അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ മനസ്സിലാക്കാതെ ജീവിച്ച കോടാനുകോടി മനുഷ്യരുണ്ടല്ലോ, പാപികളായ ആളുകളുണ്ടല്ലോ. അവരെ എല്ലാവരെയും പടച്ച തമ്പുരാൻ അതാ നരകത്തിയിലിട്ട് കത്തിക്കുമ്പോ ആ നരകാഗ്നി ഇങ്ങനെ ആളിക്കത്തി പുറത്തേക്ക് വരുമ്പോ ആ നരകത്തോട് റബ്ബ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യൗമ നഖൂൽ ലിജഹന്നമ ഹലിം തലആ. അല്ലാഹു അതാ നരകത്തോട് ചോദിക്കുകയാണ്, നീ നിറഞ്ഞു കഴിഞ്ഞോ, നിനക്ക് മതിയായോ എന്ന് ചോദിക്കുമ്പോ, അങ്ങനെ ചോദിക്കുന്ന ദിവസത്തിൽ നരകമതാ റബ്ബിനോട് മറുപടി പറയുകയാണ്, വതഖൂൽ ഹൽ മിൻ മസീദ്. ഇല്ല റബ്ബേ, ഇനിയുണ്ടോ, കഴിഞ്ഞിട്ടില്ല, നിറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആൻ 50-ാമത്തെ അധ്യായം സൂറത്തുൽ ഖാഫിന്റെ 30-ാമത്തെ ആയത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു നിറഞ്ഞു കഴിഞ്ഞില്ല, ഇനിയുമുണ്ടോ എന്ന് ചോദിക്കുന്ന ദിവസം. അതാണ് നരകമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പഠിപ്പിച്ചു തരികയാണ്. ഇനിയും നോക്കൂ നിങ്ങൾ, നരകത്തിന്റെ വലിപ്പത്തെ കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ 89-ാമത്തെ അധ്യായം സൂറത്തുൽ ഫജ്റിന്റെ 23-ാമത്തെ വാചകത്തിൽ പറഞ്ഞു, വജീഅ യൗമഇദിൻ ബിജഹന്നം. അന്നേ ദിവസം നരകത്തെ കൊണ്ടുവരിക തന്നെ ചെയ്യും. നരകത്തെ കൊണ്ടുവരുന്ന ഒരു രംഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ നരകത്തെ കൊണ്ടുവരുന്നത്? യുഅ്താ ബിജഹന്നമ യൗമഇദിൻ. അന്നേ ദിവസം നരകം കൊണ്ടുവരപ്പെടുകയാണ്, നരകത്തെ കൊണ്ടുവരികയാണ്. ലഹാ സബഊന അൽഫ സിമാം. നരകത്തിന് 70,000 കടിഞ്ഞാണുകളുണ്ട്. മഅകുല്ലി സിമാമിൻ സബൂന അൽഫ മലകി യജുറൂനഹാ. ഓരോ കടിഞ്ഞാണിനും 70,000 മലക്കുകൾ വീതമുണ്ടായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, 70,000 കടിഞ്ഞാൺ, ഓരോ കടിഞ്ഞാണും പിടിക്കാൻ 70,000 മലക്കുകളെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ വിശദീകരിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇനിയും ധാരാളം ഹദീസുകളിലൂടെ നരകത്തെക്കുറിച്ചുള്ള ഓരോ പരാമർശങ്ങളും നമുക്ക് വായിക്കാൻ കഴിയും. നരകത്തിന്റെ ആഴം, നരകത്തിന്റെ വലിപ്പം അവിടെ നിന്ന് അങ്ങോട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നോരോന്നായി കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. നരകത്തിന്റെ ആഴത്തെക്കുറിച്ച് പറയുന്നിടത്ത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ കുന്നാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് സമിഅ വജ്ബാ. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇദ് സമിഅ വജ്ബാ, ഒരു എന്തോ ഭീകരമായ ഒരു ശബ്ദം ഞങ്ങൾ കേട്ടു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് ചോദിച്ചു, തദ്റൂന മാ ഹാദാ, എന്താണെന്നറിയുമോ ആ ശബ്ദം? ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം. അല്ലാഹുവിന്റെ അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അറിയാം. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശബ്ദം എന്താണെന്ന് വിശദീകരിക്കുകയാണ്. ഹാദാ ഹജറുൻ, അതൊരു കല്ലിന്റെ ശബ്ദമാകുന്നു. റുമിയ ബിഹി ഫിന്നാർ മുൻദു 70 ഖരീഫാ. ആ കല്ല് നരകത്തിലേക്ക് എറിയപ്പെട്ട ഒരു കല്ലിന്റെ ശബ്ദമായിരുന്നു അത്. മുൻദു 70 ഖരീഫാ, 70 വർഷക്കാലമായി, 70 വർഷത്തിന് മുൻപേ എറിയപ്പെട്ട ഒരു കല്ലാകുന്നു അത്. ഫഹുവ യഹ്വി ഫിന്നാരിൽ ആൻ ഹത്താ ഇൻതഹാ ഇലാ ഖഅരിഹാ. ഈ സമയം വരേക്കും നരകത്തിന്റെ ആഴത്തിലേക്ക്, അതിന്റെ അഗാധതയിലേക്ക് ആ കല്ലിങ്ങനെ ആഴ്ന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ആ കല്ല് നരകത്തിന്റെ താഴെ തട്ടിൽ ചെന്ന് പതിച്ചത് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
നരകത്തിന്റെ ആഴത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നരകത്തിന്റെ ആഴത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു കല്ല് നരകത്തിലേക്ക് അങ്ങിട്ടാൽ 70 വർഷമെടുക്കും അതിന്റെ താഴെ തട്ടിലെത്താനെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ വിശദീകരിച്ചാൽ, ഇന്ന് പ്രസവിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ നരകത്തിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ 70-ാമത്തെ വയസ്സിലായിരിക്കും, ആ മനുഷ്യന്റെ 70-ാമത്തെ വയസ്സിലായിരിക്കും ആ നരകത്തിന്റെ അടിത്തട്ടിൽ ആ മനുഷ്യൻ ചെന്ന് മുട്ടുക എന്നർത്ഥം. ആലോചിച്ചു നോക്കൂ, നിങ്ങളെ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നരകത്തെക്കുറിച്ചുള്ള ഓരോ പരാമർശവും നാം ഭീതിയോടുകൂടി പേടിയോടുകൂടിയായിരിക്കണം നാം കാണേണ്ടത്. ഇതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം, നമ്മുടെ മനസ്സിലേക്ക് ചില ചിന്തകൾ കടന്നു വന്നേക്കാം. നരകം ഇത്ര വിശാലമാണെങ്കിൽ, നരകം ഇത്ര വലുപ്പമുള്ളതാണെങ്കിൽ, നരകത്തിലെ ഏതെങ്കിലും ശിക്ഷകൾ വരുമ്പോ ഏതെങ്കിലും ഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ട് ആ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാമല്ലോ എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫുർഖാനിന്റെ 13-ാമത്തെ വാചകത്തിലൂടെ മറുപടി കൊടുക്കുകയാണ്. എന്താണെന്നറിയോ റബ്ബിന്റെ വാചകം? വഇദാ ഉൽഖൂ മിൻഹാ മക്കാനൻ ളയ്യികൻ മുഖർറനീന ദഅൗ ഹുനാലിക സുബൂറാ. വിശുദ്ധ ഖുർആൻ 25-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ 13-ാമത്തെ വാചകമാണ്. വഇദാ ഉൽഖൂ മിൻഹാ മക്കാനൻ ളയ്യികൻ മുഖർറനീൻ. കൈകാലുകൾ ബന്ധിപ്പിക്കപ്പെട്ട നിലയിൽ ഇടുങ്ങിയ സ്ഥലത്തായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകവാസികളെ ഒരുമിച്ച് കൂട്ടുന്നത്. ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ, ഒരാൾക്കും രക്ഷപ്പെട്ടു പോകാനോ ആ നരകത്തിന്റെ ചൂടിൽ നിന്നും രക്ഷപ്പെടുവാനോ കഴിയാത്ത രൂപത്തിൽ കൈകാലുകൾ പരസ്പരം ചങ്ങലകളാൽ ബന്ധിപ്പിക്കപ്പെട്ട നിലയിൽ ഇടുങ്ങിയ സ്ഥലത്തായിരിക്കും അല്ലാഹു നരകവാസികളെ ഒരുമിച്ച് കൂട്ടുക എന്ന് പറയുമ്പോ, മാത്രവുമല്ല ആരെങ്കിലും രക്ഷപ്പെടണമെന്നാഗ്രഹിച്ചാൽ പോലും ആ ആഗ്രഹം പോലും ശിക്ഷയാണെന്നല്ലേ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൻ നബഇന്റെ 30-ാമത്തെ വാചകം. ഫസൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, ആസ്വദിച്ചു കൊള്ളുക, ഇനി എന്തെങ്കിലും നിനക്ക് നൽകാനുണ്ടെങ്കിൽ ശിക്ഷയല്ലാതെ മറ്റൊന്നും നിനക്ക് വർദ്ധിപ്പിച്ചു തരാനില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകവാസികളായ ആളുകളോട് പറയുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, അള്ളാഹിനോട് രക്ഷപ്പെടുത്തണേ എന്ന് ചോദിച്ചാൽ അതും കൂടെ എന്താണ്? അതും ശിക്ഷയാണെന്നാ. അപ്പോഴേക്കും വേറെ ശിക്ഷ കടന്നു വരും, അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകാവകാശികളുടെ രൂപത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്, അവരുടെ വലുപ്പത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ ബൈന മൻകിബയിൽ കാഫിരി ഫിന്നാർ. നരകവാസിയുടെ 2 ചുമലുകൾക്കിടയിലുള്ള ദൂരമുണ്ടല്ലോ, മസീറത്തു സലാസത്തി അയ്യാമിൻ ലിറാഖിബിൽ മുസ്ലിം. അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരൻ 3 ദിവസം സഞ്ചരിക്കുന്ന യാത്ര ചെയ്യുന്ന ദൂരമായിരിക്കും. അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരൻ 3 ദിവസം സഞ്ചരിക്കുന്ന ദൂരമായിരിക്കും 2 ചുമലുകൾ തമ്മിലുള്ള ദൂരമെന്ന്, നരകവാസിയുടെ ആ രൂപത്തിലുള്ള ശിക്ഷയായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഇനിയും നോക്കൂ, ദിർസുൽ കാഫിരി ഔ നാബുൽ കാഫിരി മിസ്ലു ഉഹദിൻ. നരകവാസിയുടെ ഒരു മോണയുടെ വലുപ്പമുണ്ടല്ലോ, അത് ഉഹുദ് പർവ്വതം പോലെ അത്രയും വലുപ്പമുള്ളതായിരിക്കും. വഗിലദു ജിൽദിഹി മസീറത്തു സലാസ്. തൊലിയുടെ കട്ടി 3 ദിവസത്തെ യാത്രാ ദൂരമായിരിക്കുമെന്ന്. ഈ രൂപത്തിൽ ഭീകര രൂപം ധരിച്ച് വികൃതമായ രൂപത്തിലായിരിക്കും നരകവാസിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ കൊണ്ടുവരിക എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. നരകവാസിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ വലുപ്പമാക്കുന്നത് അവനുള്ള ശിക്ഷ പൂർണ്ണമാകുന്നതിന് വേണ്ടിയാണ്, ശിക്ഷ പരിപൂർണമാകുന്നതിന് വേണ്ടിയാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു, അവിശ്വാസികൾക്ക് ഈ വലുപ്പം അവർക്കുള്ള ശിക്ഷ അതികഠിനവും പ്രയാസവുമായി തീരാൻ വേണ്ടിയാണെന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ നിന്ന് വിശദീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഇനിയും ഒരുപാട് ഹദീസുകൾ, നരകത്തെക്കുറിച്ചുള്ള പേടിപ്പെടുത്തുന്ന ഹദീസുകൾ നമുക്ക് വായിക്കാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞു, നരകത്തിൽ മരണമില്ല, അല്ലെ? ശിക്ഷകൾ ഇങ്ങനെ വരുമ്പോ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് നന്നായിരുന്നേനെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയം കുറ്റവാളികളെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആൻ 87-ാമത്തെ അധ്യായം സൂറത്തുൽ അഅലയിലെ 13-ാമത്തെ വാചകത്തിൽ പറഞ്ഞു, സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. ഇല്ല, മരണവുമില്ല, ജീവിതവുമല്ലാത്ത വല്ലാത്ത ദുരിതപൂർണമായ
പ്രയാസകരമായ ജീവിതം നയിക്കേണ്ടി വരും. സന്തോഷമില്ല, അതേപോലെ തന്നെ സമാധാനവുമില്ലാത്ത ഒരു ജീവിതമായിരിക്കും ആ നരകത്തിൽ അനുഭവിക്കേണ്ടി വരിക എന്ന്. മരണമുണ്ടായിരുന്നെങ്കിൽ ആ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നല്ലോ, രക്ഷപ്പെടാമായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ഇദാ സ്വാറ അഹ്ലുൽ ജന്നതി ഇലൽ ജന്ന വ അഹ്ലുൻ നാരി ഇലൻ നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ അറിയിക്കുകയാണ്, സ്വർഗക്കാരെ സ്വർഗത്തിലേക്കും അതേപോലെ തന്നെ നരകക്കാരായ ആളുകളെ നരകത്തിലേക്കും അങ്ങ് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ജീഅബിൽ മൗതി, അല്ലാഹു അതാ മരണത്തെ കൊണ്ടുവരികയാണ്, ഹത്താ യുജ്അല ബൈനൽ ജന്നതി വന്നാർ, എന്നിട്ട് നരകത്തിനും സ്വർഗത്തിനും ഇടയിൽ ആ മരണത്തെ കൊണ്ടുവരികയാണ്. എന്നിട്ടതാ സുമ്മ യുദ്ബഹു, ആ മരണത്തെ അതാ പടച്ച തമ്പുരാൻ അറുത്ത് കളയുകയാണ്, അവസാനിപ്പിച്ചു കളയുകയാണ്. സുമ്മ യുനാദി മിൻ മുനാദിൻ, ആ സമയത്തൊരാൾ വിളിച്ചു പറയുകയാണ്, വിളിച്ചു പറയുകയാണ്, യാ അഹ്ലൽ ജന്ന, ഏ സ്വർഗക്കാരെ, ലാ മൗത്ത് വയാ അഹ്ലൻ നാരി ലാ മൗത്ത്, ഏ സ്വർഗക്കാരെ നിങ്ങൾക്കിനി മരണമില്ല കേട്ടോ, ഏ നരകക്കാരെ നിങ്ങൾക്കും ഇനി മരണമില്ല എന്ന് ആ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോ സ്വർഗക്കാരെ സംബന്ധിച്ചിടത്തോളം ഫയസ്ദാദു അഹ്ലുൽ ജന്നതി ഫറഹൻ ഇലാ ഫറഹിഹിം, സ്വർഗക്കാർക്കതാ സന്തോഷത്തിന് മേൽ സന്തോഷം വർദ്ധിക്കുകയാണ്. എന്നാൽ നരകക്കാരായ ആളുകളുണ്ടല്ലോ, വയസ്ദാദു അഹ്ലുൻ നാരി ഹുസ്നൻ ഇലാ ഹുസ്നിഹിം, അവർക്ക് ദുഃഖത്തിന് മേൽ ദുഃഖം വർദ്ധിക്കുകയാണ്. ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ, ദുഃഖങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു ജീവിതവുമായി എത്ര കാലമെന്നറിയാതെ കാലങ്ങളോളം ജീവിക്കേണ്ടി വരുന്ന ഒരു മഹാകിടങ്ങായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നരകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആൻ 78-ാമത്തെ അധ്യായം 23-ാമത്തെ വാചകം സൂറത്തുൻ നബയിലൂടെ പടച്ച തമ്പുരാൻ പറയുകയാണ്, ലാബിസീന ഫീഹാ അഹ്കാബാ, കാലങ്ങളോളം യുഗങ്ങളോളം എത്ര കാലമെന്നറിയാതെ ആ നരകത്തിൽ കഴിയേണ്ടി വരും നരകവാസികളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നരകം. ഇനിയും ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നരകത്തിൽ വെള്ളം കിട്ടും, നരകത്തിൽ ദാഹം മാറ്റാനുള്ള വെള്ളം കിട്ടും. പക്ഷേ അത് ദാഹം മാറ്റാനുള്ള വെള്ളമല്ല, നരകത്തിന്റെ ശിക്ഷയായിക്കൊണ്ട് ആ ശിക്ഷ ഒന്നുകൂടെ വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നരകത്തിലെ വെള്ളം മാഉൻ ഹമീം, കത്തിജ്വലിക്കുന്ന വെള്ളമെന്നല്ലേ, ചൂടുള്ള വെള്ളമെന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത്. അതേപോലെ തന്നെ ഭക്ഷണം കിട്ടും, തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുന്ന മനുഷ്യന് പ്രയാസം വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള ഭക്ഷണം, മനുഷ്യന് വസ്ത്രം ലഭിക്കും, ടാറുകൊണ്ടുള്ള ചൂടുകൊണ്ടുള്ള വസ്ത്രം. അതേപോലെ തന്നെ നരകത്തിലെ കാറ്റെന്ന് പറയുന്നത് അത് ഉഷ്ണം മാറാനുള്ള, തണുപ്പ് ലഭിക്കാനുള്ള കാറ്റല്ല, മറിച്ച് അതികഠിനമായ ചൂടുള്ള കാറ്റാണ്. അതേപോലെ തന്നെ വിഷക്കാറ്റാണ്. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലെ ഓരോ രംഗങ്ങളും ഇങ്ങനെ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നുണ്ട്. നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള ശിക്ഷാമുറകള്, പ്രയാസങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്നും രക്ഷപ്പെടുവാനാണ് വിശ്വാസികളായ ആളുകൾ അധ്വാനിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, പരിശ്രമിക്കേണ്ടത് എന്നാണ് പടച്ച തമ്പുരാൻ അവിടുന്ന് വിശദീകരിക്കുന്നത്. നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ സ്വഹാബികളുടെ ജീവിതം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നരകത്തിൽ പ്രവേശിക്കുന്നത് പോയിട്ട് ആ നരകം കാണുന്നത് പോലും വളരെ ഭീതിയോടുകൂടി, പേടിയോടുകൂടിയാണ് അവിടുന്ന് അവർ മനസ്സിലാക്കിയിരുന്നത്. നമുക്കറിയാമല്ലോ, മഹാനായ സ്വഹാബിയാണ് അബ്ദുല്ലാഹിബ്നു റബാഹ റളിയല്ലാഹു അൻഹു. അവിടുന്ന് ഒരിക്കൽ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട്, വല്ലാത്ത പ്രയാസത്തോടുകൂടി കരഞ്ഞുകൊണ്ട് കയറി വരികയാണ്. ഭാര്യ ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തിനാ കരയുന്നത്? എന്തിനാ നിങ്ങളുടെ മുഖമൊക്കെ വല്ലാത്ത പ്രയാസത്തിലാണല്ലോ, എന്തോ ദുഃഖമുണ്ടല്ലോ, എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ഇങ്ങനെ നിർത്താതെ കരയുകയാണ്. അത് കണ്ടു ഭാര്യയും കരഞ്ഞു. രണ്ടുപേരും വല്ലാത്ത കരച്ചിൽ. അവസാനം മഹാനായ അബ്ദുല്ലാഹിബ്നു റബാഹ റളിയല്ലാഹു അൻഹു താൻ കരയാനുണ്ടായ കാരണം വിശദീകരിക്കുന്നുണ്ട്. ആ ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്താണ് താൻ കരയാനുണ്ടായ കാരണമെന്നറിയോ? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
പരിശുദ്ധ ഖുർആനിലെ 2 ആയത്ത് അവതരിക്കുകയും അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതുകയും ചെയ്തത് ഞാൻ കേട്ടതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് ഏതാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ആ വാചകങ്ങൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മറിയമിലെ 2 ആയത്തുകളാണ്. 71-ാമത്തെയും 72-ാമത്തെയും വാചകങ്ങൾ. 71-ാമത്തെ വാചകം വൈമിൻകും ഇല്ലാ വാരിദുഹാ, ഒരൊറ്റ മനുഷ്യനും ആ നരകത്തിന്റെ അടുത്തേക്ക് വരാതെ പോവുകയില്ല. സത്യവിശ്വാസികളായ ആളുകളും സത്യനിഷേധികളായ ആളുകളും അങ്ങനെ തുടങ്ങി മുഴുവൻ ആളുകളെയും പടച്ച തമ്പുരാൻ നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ ആ നരകത്തിന്റെ മുന്നിലേക്കൊന്ന് കൊണ്ടുവരികയാണ്. എന്നിട്ടതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ, അത് റബ്ബിന്റെ ഖണ്ഡിതമായ തീരുമാനമാകുന്നു. ആ തീരുമാനം ഒരിക്കലും മാറ്റിമറിക്കപ്പെടുകയില്ല. അത് റബ്ബ് തീരുമാനിച്ച വിഷയമാകുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, അവിടുന്ന് രക്ഷപ്പെടുന്ന വിഭാഗം ആളുകൾ ആരാണെന്നറിയോ? അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആളുകളുണ്ടല്ലോ. രഹസ്യ പരസ്യ ജീവിതം സമർപ്പിച്ച റബ്ബിനെ സമർപ്പിക്കുമ്പോ അതെല്ലാം സസൂക്ഷ്മൻ ആ രൂപത്തിൽ ജീവിക്കുകയും ചെയ്ത ആളുകളുണ്ടല്ലോ, അവരതാ രക്ഷപ്പെടുകയാണ്. എന്നാൽ വനസറുല്ലാലിമീന ഫീഹാ ജസിയാ, അക്രമികളായ ആളുകൾ ആ നരകാഗ്നിയിൽ മുട്ടുകുത്തിയ നിലയിൽ അവസാനിപ്പിക്കപ്പെടും. അവസാനം അല്ലാഹു ബാക്കിയാക്കുകയാണെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തഖ്വയുള്ള ആളുകൾ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവർ മാത്രമേ ആ നരകത്തിൽ നിന്നും രക്ഷപ്പെടുകയുള്ളൂ എന്നാണ് അല്ലാഹു വിശദീകരിക്കുന്നത്. ഈ ആയത്താണ് മഹാന്മാരായ സ്വഹാബികളെ കരയിച്ചത്. ആ നരകം കാണുന്നത് പോലും അവർക്ക് പേടിയായിരുന്നുവെന്ന് പറയുമ്പോ എന്താണെന്നറിയോ? ആ നരകത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. എന്താണെന്നറിയോ? ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ള വാചകമാണ്, യഖ്റുജു ഉനുകും മിൻ നാരി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്നും അതാ ഒരു കഴുത്ത് പുറത്തേക്ക് വരികയാണ്. നരകത്തിനൊരു കഴുത്തുണ്ട്. തീർന്നില്ല, ലഹു ഐനാനി യുബ്സുറു ബിഹുമാ, ആ നരകത്തിന് 2 കണ്ണുകളുണ്ട്. ആ കണ്ണുകൾ കൊണ്ട് ആ നരകം കാണുക തന്നെ ചെയ്യും. ആ നരകത്തിന് 2 കാതുകളുണ്ട്. ആ കാതുകൾ കൊണ്ട് നരകം കേൾക്കുക തന്നെ ചെയ്യും. വലിസാനുൻ യന്തിഖു ബിഹി, സംസാരിക്കുന്ന ഒരു നാവും നരകത്തിനുണ്ട്. നോക്കൂ നിങ്ങൾ, 2 ഭീകരമായ കണ്ണുകളും അതേപോലെ തന്നെ ചെവികളും അതേപോലെ തന്നെ നാവെല്ലാം പുറത്തേക്ക് തള്ളിക്കൊണ്ട് ആ രൂപത്തിൽ ഭീകരമായ ഒരു അവസ്ഥയിലാണ് നരകത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നത്. എന്നിട്ടതാ ആ നരകം ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, ഫയഖൂൽ ഇന്നി ഉക്കിൽതു ബിസലാസ, അല്ലാഹു ഇതാ 3 വിഭാഗം ആളുകളെ ശിക്ഷിക്കുവാൻ, അവസാനിപ്പിച്ച് കളയുവാൻ അല്ലാഹു എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, അല്ലാഹു എന്നോട് ആജ്ഞാപിച്ചിരിക്കുകയാണ്. ആരാണെന്നറിയോ 3 വിഭാഗം ആളുകൾ? ഒന്നാമത്തെ വിഭാഗം ബികുല്ലി ജബ്ബാരിൻ അനീദ്, എല്ലാ ധിക്കാരികളായ അഹങ്കാരികളുമുണ്ടല്ലോ. സത്യമിങ്ങനെ കേൾക്കുമ്പോ അതേപോലെ തന്നെ ഉത്ബോധനങ്ങൾ വിശദീകരിച്ചിട്ടും അതൊന്നും എന്നോടല്ല എന്നുള്ള രൂപത്തിൽ മാറിപ്പോകുന്ന ധിക്കാരികളായ അഹങ്കാരികളായ ആളുകളുണ്ടല്ലോ, അവരെ ശിക്ഷിക്കുവാൻ അല്ലാഹു ഇതാ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ വിഭാഗം ആരാണെന്നറിയോ? വബികുല്ലി മൻ ദആ മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവോടൊപ്പം മറ്റുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, മറ്റുള്ളവരോട് ദുആ ചെയ്യുന്നവരുണ്ടല്ലോ, അവരെയും ശിക്ഷിക്കുവാൻ റബ്ബനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വൽ മുസവ്വിരീൻ, ചിത്രരചനയും അതേപോലെ തന്നെ രൂപനിർമ്മാണവും നടത്തുന്ന വിഭാഗം ആളുകളുണ്ടല്ലോ, അവരെയും ശിക്ഷിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കണം. അല്ലാഹുവിൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തെക്കുറിച്ച് പറയുമ്പോ നരകം വിശദീകരിക്കുകയാണ്. നരകം പറയുകയാണ് 3 വിഭാഗം ആളുകളെ ശിക്ഷിക്കുവാൻ വേണ്ടി പടച്ച തമ്പുരാൻ എന്നോട് പ്രത്യേകമായി ആജ്ഞാപിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞിടത്ത് അല്ലാഹു പറഞ്ഞ ആ നരകം പറഞ്ഞ ആ വിഭാഗത്തിൽ 2ാമത്തെ വിഭാഗം നാം കേട്ടല്ലോ, റബ്ബിനോടൊപ്പം മറ്റുള്ളവരോട് ദുആ ചെയ്യുന്ന ആളുകൾ. വളരെ ഗൗരവത്തോടുകൂടി പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹുവിൽ പങ്കുചേർത്തു പോയാൽ, ജീവിതത്തിൽ ശിർക്ക് വന്നു പോയാൽ പിന്നെ മറ്റൊരു കർമ്മവും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, നാളെ നരകത്തിന്റെ അഗാധതയിലേക്ക് കാലങ്ങളോളം ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ എന്നും ആ നരകത്തിയിൽ താമസിക്കേണ്ടി വരും, ശിക്ഷകൾ ആസ്വദിക്കേണ്ടി വരും, അനുഭവിക്കേണ്ടി വരുമെന്നല്ലേ
പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വളരെ വ്യക്തമായി കൊണ്ട് വിശദീകരിക്കുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ വാചകം നമുക്കറിയാമല്ലോ. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽസാലിമീന മിൻ അൻസ്വാർ. ആരാണോ റബ്ബിൽ പങ്കു ചേർക്കുന്നത്, ആരാണോ അള്ളാഹുവോടൊപ്പം മറ്റുള്ളവരോട് ദുആ ചെയ്യുന്നത്, അള്ളാഹ് എന്ന് വിളിക്കേണ്ടിടത്ത് റബ്ബല്ലാത്തവരെ വിളിക്കുന്നവൻ ആരാണോ അവനെ സംബന്ധിച്ചിടത്തോളം അവനതാ നരകം നിർബന്ധമായി പോയി, സ്വർഗം ഹറാമായി പോയി. അക്രമിയായ ആളുകളെ സഹായിക്കാൻ ഒരാളും തന്നെ ഉണ്ടാവില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അഥവാ റബ്ബിൽ ശിർക്ക് വെച്ചു പോയാൽ, അള്ളാഹുവിൽ പങ്കു ചേർത്തു പോയാൽ പിന്നീട് നരകം ഉറപ്പായി എന്ന് മാത്രമല്ല, ഒരിക്കലും രക്ഷപ്പെടാൻ പോലും കഴിയാത്ത രൂപത്തിൽ ശാശ്വതമായിക്കൊണ്ട് എന്നെന്നും കാലാകാലം ആ നരകത്തിൽ, മരണമില്ലാത്ത നരകത്തിൽ കഴിയേണ്ടി വരുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, എത്ര വിശദീകരിച്ചാലുമുണ്ടല്ലോ പല ആളുകളും അത് ഞങ്ങളോടൊന്നുമല്ല എന്നുള്ള രൂപത്തിൽ മഹാഭൂരിഭാഗം ആളുകളും ഈ വിഷയത്തെ അവഗണനയോടുകൂടിയാണ് കാണുന്നത്. മഹാഭൂരിഭാഗം ആളുകളും മനുഷ്യരുടെ കൂട്ടത്തിൽ ശിർക്ക് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇതെന്റെ വാചകമല്ല, റബ്ബിന്റെ വാചകമാണ്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ. റബ്ബിൽ അധികം ആളുകളും വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ. അതുകൊണ്ട് റബ്ബിനോട് മാത്രം ദുആ ചെയ്യണം. പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും ആ രൂപത്തിൽ റബ്ബിന് സമർപ്പിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും റബ്ബിന് മാത്രമായിരിക്കണം പ്രിയപ്പെട്ടവരെ. കാരണം എന്താണെന്നറിയോ? ശിർക്ക് വന്നു പോയാൽ നരകം ഉറപ്പായി എന്നാണ്. പലപ്പോഴും പല ആളുകളും ഇതെത്രമാത്രം വിശദീകരിച്ചാലും ഇതൊന്നും നാം ആദ്യമായി കേൾക്കുന്ന വാചകമല്ലല്ലോ, ആദ്യമായി വിശദീകരിക്കുന്ന സദസ്സല്ലോ പ്രിയപ്പെട്ടവരെ. ഒരുപാട് തവണ ആവർത്തിച്ച് കേട്ടിട്ടുള്ള ഒരു വിഷയമാണല്ലോ. അള്ളാഹുവോട് മാത്രമേ ദുആ ചെയ്യാവൂ, അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ നടത്താവൂ, അള്ളാഹുവോട് മാത്രമേ നേർച്ച വഴിപാടുകൾ പാടുള്ളൂ. എല്ലാ രൂപത്തിലുള്ള സങ്കടങ്ങളും എല്ലാ രൂപത്തിലുള്ള ദുആകളും റബ്ബിനോട് പറയേണ്ട കാര്യങ്ങൾ റബ്ബിനോട് മാത്രമേ പറയാവൂ എന്നൊക്കെ, അതല്ല നേരെ മറിച്ചായാൽ നരകം നിർബന്ധമായി പോകുമെന്നുമൊക്കെ പല ആളുകളോടും വിശദീകരിക്കുമ്പോ പലരും പല ന്യായങ്ങളും പറഞ്ഞ് രക്ഷപ്പെടാറുണ്ട്. അതിലൊരു ന്യായമാണല്ലോ, എന്റെ ഉപ്പ അങ്ങനെയാണ് ജീവിച്ചത്, എന്റെ വല്യുപ്പ അങ്ങനെയാണ് ജീവിച്ചത്, എന്റെ കുടുംബം അങ്ങനെയാണ് ജീവിച്ചത്, അവർ ജീവിച്ചു മരിച്ചുപോയ മരണപ്പെട്ടു പോയ മാർഗത്തിൽ ഞാനും അങ്ങനെ മരണപ്പെട്ടു പോകാൻ തയ്യാറാണ്. അവർക്ക് നരകമാണെങ്കിൽ ആ നരകമാസ്വദിക്കാൻ അനുഭവിക്കാൻ ഞാനും തയ്യാറാണ് എന്നുള്ള രൂപത്തിൽ പലരും ന്യായങ്ങൾ പറയാറുണ്ട്, പലരും അവകാശങ്ങൾ ഉന്നയിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കണേ, ഇതെല്ലാം ദുനിയാവിലെ ന്യായങ്ങൾ മാത്രമാണ്, ദുനിയാവിൽ പിടിച്ചു നിൽക്കാനുള്ള ന്യായങ്ങൾ മാത്രമാണ്. കാരണം നാളെയതാ നരകം ഉറപ്പായി എന്നുള്ള സന്ദർഭത്തിൽ, നരകത്തിന് അർഹരായി എന്നുള്ള രൂപത്തിൽ, ആ സന്ദർഭത്തിൽ കുറ്റവാളികളായ ആളുകൾ റബ്ബിന്റെ മുമ്പിൽ വിലപിച്ചു പോകുന്ന, റബ്ബിനോട് പറഞ്ഞു പോകുന്ന ചില രംഗങ്ങൾ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മആരിജിലൂടെ വിശദീകരിക്കുകയാണ്. യുബസ്വറൂനഹും യബദ്ദുൽ മുജ്രിമു ലൗ യബ്തദി മിൻ അസാബി യൗമിഇദിൻ ബിബനി വസ്വാഹിബതിഹി വഅഖി വഫസ്വിലതിഹി അല്ലതി തുവി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി. ഇവിടെ നരകത്തിൽ എന്റെ ഉപ്പ പോയാൽ ഞാനും പോകാമെന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ, എന്റെ കൂട്ടുകാർ പോയാൽ ഞാനും തയ്യാറാണ് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവരെയൊക്കെ നാളെ പരലോകത്ത് വരുമ്പോ നരകമുറപ്പായി എന്നുള്ള സന്ദർഭത്തിൽ റബ്ബിനോട് പറയുന്ന ചില രംഗങ്ങൾ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. എന്താണെന്നറിയോ റബ്ബിനോട് പറയുന്നത്? അല്ലാഹുവേ, എനിക്ക് പകരമായി നാം ജീവന തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ പുന്നാര മക്കളുണ്ടല്ലോ സഹോദരങ്ങളെ, ആ മക്കളെ പകരം നൽകിയിട്ടെങ്കിലും നാദാ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് റബ്ബിനോട് കെഞ്ചി നോക്കുന്നു. നാം ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ സ്നേഹനിധിയായ ഭാര്യയുണ്ടല്ലോ, ഭർത്താവുണ്ടല്ലോ, തന്റെ ഇണയുണ്ടല്ലോ, ആ ഇണയെ നൽകിയിട്ടെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയുമ്പോ നാം ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ മാതാപിതാക്കളുണ്ടല്ലോ, ആ മാതാപിതാക്കളെ പകരം നൽകിയിട്ടെങ്കിലും നാദാ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയുമ്പോ തീരുന്നില്ല. വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി. ഈ ഭൂലോകത്തുള്ള മുഴുവൻ ആളുകളെയും എനിക്ക് പകരമായി നാദാ ഞാൻ നൽകാം
എന്നിട്ടെങ്കിലും ഈ നരകത്തിയിലെ തീയിൽ നിന്നും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് റബ്ബിനോട് കെഞ്ചി നോക്കുമ്പോ റബ്ബിന്റെ വാചകം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? കല്ലാ ഇന്നഹാ ലദാ നസ്സാഅത്തൽ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വതവല്ലാ വജമഅ ഫഅവാ. കല്ലാ, അങ്ങനത്തെ ഒരു കാര്യം അവിടെ നടക്കില്ല. ആരെങ്കിലും പകരം നൽകിയിട്ട് നരകത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന വ്യാമോഹവുമായി നരകത്തിലേക്ക് പരലോകത്തിലേക്ക് ആരും കടന്നു വരേണ്ട. കാരണം ഇന്നഹാ ലദാ, നരകമെന്ന് പറയുന്നത് ആളിക്കത്തുന്ന തീയാണ്. നസ്സാഅത്തൽ ലിശ്ശവാ, തലയോട്ടി പോലും കരിച്ചു കളയുന്ന ഉരിച്ചു കളയുന്ന അതികഠിനമായ ആളിക്കത്തുന്ന തീയാണ്. നസ്സാഅത്തൽ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വതവല്ലാ വജമഅ ഫഅവാ. ഉത്ബോധനങ്ങൾ കേട്ടിട്ട് ശിർക്ക് ചെയ്യല്ലേ, ബിദ്അത്ത് ചെയ്യല്ലേ എന്നൊക്കെ പറയുന്ന പ്രഭാഷണങ്ങളും സീഡികളും ഒക്കെ കേട്ടിട്ട് വീണ്ടും തിരിഞ്ഞു കളഞ്ഞു മാറിക്കളഞ്ഞ ആളുകളെയൊക്കെ ആ നരകമതാ കൊണ്ടുവരികയാണ്. രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശിർക്ക് ജീവിതത്തിൽ വരാൻ പാടില്ല. അത് വന്നു പോയാൽ നരകം ഉറപ്പായി എന്നാണ്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകശിക്ഷയ്ക്ക് കാരണമാകുന്ന ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോ അതിൽപ്പെട്ട ഒന്നാണല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നെരിയാണിക്ക് താഴെ മുണ്ടുപോവുക എന്നുള്ള വിഷയം. നെരിയാണിക്ക് താഴെ മുണ്ടുപോയാൽ അത് നരകത്തിലാണെന്നും ആ ഭാഗം നരകത്തിലാണെന്നും മറ്റു ചില റിപ്പോർട്ടുകളിൽ അവൻ തന്നെ നരകത്തിലാണെന്നുമൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടി നമ്മെ പഠിപ്പിച്ചൊരു വിഷയം. എന്നാൽ മഹാഭൂരിഭാഗം ആളുകളും വളരെ അശ്രദ്ധയോടുകൂടി അവഗണനയോടുകൂടി കാണുന്നൊരു വിഷയമല്ലേ നെരിയാണിക്ക് താഴെ മുണ്ടുപോവുക, പാന്റ് പോവുക എന്നുള്ള വിഷയം. പലരും പറയുന്നു അതൊക്കെ സ്റ്റാറ്റസിന്റെ വിഷയമാണെന്നാ. പലരും വലിയ വലിയ വിഷയങ്ങളായത് കാണുമ്പോ അതൊക്കെ ദുനിയാവിന്റെ വിഷയങ്ങളായി കാണുകയും അങ്ങനെ ദുനിയാവിലതാ ജീവിക്കുമ്പോ നെരിയാണിക്ക് താഴെ മുണ്ടുപോവുകയും പാന്റ് പോവുകയും അങ്ങനെ നമ്മുടെ മക്കൾക്ക് അത്തരത്തിലുള്ള പാന്റുകളൊക്കെ എടുത്തു കൊടുക്കുകയും ചെയ്യുമ്പോ എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഈ രൂപത്തിൽ വളരെ ഗൗരവത്തോടുകൂടി സമൂഹത്തോട് താക്കീത് ചെയ്യുകയും ഉത്ബോധിപ്പിക്കുകയും അങ്ങനെ തന്നെ കൃത്യമായ രൂപത്തിൽ നിങ്ങൾ ജീവിക്കുകയും ചെയ്യണമെന്ന് സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം, ഇസ്ലാഹി പ്രസ്ഥാനം. പക്ഷേ ഇതങ്ങ് വിശദീകരിക്കുന്നത് കേൾക്കുമ്പോ, ഇതങ്ങ് പറയുന്നത് കേൾക്കുമ്പോ മുജാഹിദ് പ്രസ്ഥാനത്തെ പരിഹസിക്കുക എന്നുള്ള രൂപത്തിൽ പല ആളുകളും അവരുടെ ലേഖനങ്ങളിൽ എഴുതി വെച്ചുപോയി. എന്താണെന്നറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സുന്നത്തിനെ പരിഹസിക്കുകയാണ്. മുട്ടിനു താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കേട്ട്. ആലോചിച്ച് നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഗൗരവമുള്ള വിഷയമുണ്ടല്ലോ, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫഹുവ ഫിന്നാർ എന്നും അതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ഫഹുവ ഫിന്നാർ എന്നൊക്കെ പറയുമ്പോ ആ ഭാഗം നരകത്തിലാണെന്നും അവൻ തന്നെ നരകത്തിലാണെന്നൊക്കെ പറയുന്ന ഹദീസിനെ പരിഹസിക്കുകയാണ് ചില നാമമാത്ര ചില സംഘടനകളുടെ ആദ്യത്തിലും അവസാനത്തിലും ഇസ്ലാം എന്നുമേ പേരിൽ മാത്രം അവശേഷിക്കുകയും അറിയപ്പെടുകയും ചെയ്യുന്ന ചില സംഘടനകൾ നമ്മെ പരിഹസിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കൊച്ചാക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മുടെ മുണ്ട്, ഒരു വിശ്വാസിയുടെ പാന്റ് നെരിയാണിക്ക് താഴെ പോകാൻ പാടില്ല. അതേപോലെ തന്നെ സ്ത്രീകളുടെ വസ്ത്രവും എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരികളും വളരെ ഗൗരവത്തോടുകൂടി കാണണം. പർദ്ദയല്ലാതൊരു വസ്ത്രം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. സാരി ധരിക്കാം, ചുരിദാർ ധരിക്കാം, അതേപോലെയുള്ള മുഴുവൻ വസ്ത്രങ്ങളും അണിയാം ഭർത്താവിന്റെ മുമ്പിൽ മാത്രം, അതേപോലെ തന്നെ അനുവദിക്കപ്പെട്ട ആളുകൾക്ക് മുമ്പിൽ മാത്രം. എന്നാൽ അന്യ പുരുഷന്മാരുടെ മുമ്പിലേക്ക്, അതേപോലെ തന്നെ വീട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, ജിൽബാബ് ധരിച്ചുകൊണ്ടായിരിക്കണം ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. ചുരിദാറല്ല ഒരു സ്ത്രീ അന്യപുരുഷന്റെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ ധരിക്കേണ്ട വസ്ത്രം, ജിൽബാബ് ധരിച്ചുകൊണ്ടായിരിക്കണം. എന്താണ് പ്രിയപ്പെട്ടവരെ ജിൽബാബ് എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ രണ്ട് രൂപത്തിൽ ജിൽബാബിനെ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് തലയും കഴുത്തും മാറിടവും മറയുന്ന വസ്ത്രം. അതേപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാർ വിശദീകരിച്ചു സ്ത്രീയെ മുഴുവനായും മൂടിക്കളയുന്ന വസ്ത്രം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഇന്നൽ മർഅ ഔറ, സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ ഔറത്താണ്.
അതുകൊണ്ട് ചില പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു, പഠിപ്പിക്കുന്നു, സ്ത്രീയെ മുഴുവൻ മൂടിക്കളയുന്ന വസ്ത്രമാണ് ജിൽബാബ് എന്ന്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, സ്ത്രീയുടെ മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങളെല്ലാം ഔറത്താണ്. അതുകൊണ്ട് മുഖവും മുൻകൈയും ഒഴികെയുള്ള ഒരു ഭാഗവും, എന്തിനേറെ തലയുടെ മുടിയുടെ ഒരു ഭാഗം പോലും, ഒരു ചീള് പോലും ഭർത്താവല്ലാത്ത മറ്റുള്ള അനുവദിക്കപ്പെട്ട ആളുകളല്ലാത്ത അന്യ പുരുഷന്മാർ കാണാൻ പാടില്ല എന്നാണ് ഇസ്ലാമിക രീതി. ഈ രൂപത്തിലായിരിക്കണം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ടത്. കാരണം വസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ, വസ്ത്രത്തെക്കുറിച്ച് അശ്രദ്ധരായി കഴിഞ്ഞാൽ അക്കാരണം കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, സ്വർഗീയ സുഗന്ധം പോലും ആസ്വദിക്കാൻ കഴിയില്ലെന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നരകവാസികളെ കുറിച്ച് പറയുമ്പോ, സിൻഫാനി 2 വിഭാഗം ആളുകൾ നരകത്തിന്റെ അവകാശികളാണെന്ന് പറയുമ്പോ, കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ കഅസ്നിമത്തിൽ റൂസഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദുന റീഹഹാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വസ്ത്രം ധരിച്ചുകൊണ്ട് നഗ്നരായ ചില പെണ്ണുങ്ങളുണ്ട്, അതേപോലെ തന്നെ ചാഞ്ഞും ചരിഞ്ഞും നടന്ന് അന്യപുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ നടക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല, കാതങ്ങളോളം വളരെ വിദൂരതയിലേക്ക് വീശിയടിക്കുന്ന സ്വർഗീയ സുഗന്ധം പോലും ആസ്വദിക്കാനുള്ള ഭാഗ്യമുണ്ടാകില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ, നമുക്കൊരു നിർബന്ധ ബുദ്ധി ഉണ്ടാകണം. നമ്മുടെ ഭാര്യ നമുക്ക് സ്വന്തം, അത് മറ്റുള്ളവൻ ആസ്വദിക്കാനുള്ളതല്ല, അത് അന്യപുരുഷന്മാർക്ക് കണ്ടാസ്വദിക്കാനുള്ളതല്ല, അവർക്ക് ആ രൂപത്തിൽ അനുഭവിക്കാനുള്ളതല്ല. നമ്മുടെ പെൺമക്കൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോ, പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ പെൺമക്കൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇതേ രൂപത്തിലുള്ള ഔറത്ത് മറച്ച വസ്ത്രമായിരിക്കണം. ആ രൂപത്തിലുള്ള ഒരു നിർബന്ധ ബുദ്ധി പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. എങ്കിലേ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയൂ. യാതൊരു കഴുക കണ്ണുകൾ കൊണ്ട് എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും എന്റെ പെൺമക്കളെയും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊരു നിർബന്ധ ബുദ്ധി വിശ്വാസികളെ നമുക്കുണ്ടാവണം. കാരണം ഇത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്, വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയാണ്. പടച്ച തമ്പുരാൻ നമ്മോട് കൽപ്പിച്ചതാണ് പ്രിയപ്പെട്ടവരെ. എന്താണെന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നരകത്തിൽ കാത്തുരക്ഷിക്കണം. വിശുദ്ധ ഖുർആൻ അതിന്റെ അവസാന ഭാഗത്ത് വിശദീകരിക്കുന്നിടത്ത് സൂറത്തു തഹ്രീമിൽ ഒരായത്ത് കാണാൻ കഴിയും. എന്താണെന്നറിയോ? യാ അയ്യുഹല്ലസീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ. യാ അയ്യുഹല്ലസീന ആമനൂ, ഏ മനുഷ്യന്മാരെ എന്നല്ല റബ്ബ് വിളിച്ചത്, ഏ മനുഷ്യന്മാരെ എന്നല്ല റബ്ബ് വിളിച്ചത്, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെ എന്നല്ല റബ്ബ് വിളിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ആ രൂപത്തിൽ ഈമാൻ കാര്യങ്ങൾ കൃത്യമാണെന്ന് മനസ്സിലാക്കി വിശ്വസിക്കുകയും ജീവിതത്തിൽ ഇസ്ലാം കാര്യങ്ങൾ പകർത്തുകയും ചെയ്ത സത്യവിശ്വാസികളായ മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ട് റബ്ബ് ഓർമ്മപ്പെടുത്തുകയാണ്, താക്കീത് ചെയ്യുകയാണ്. ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ കാത്തുരക്ഷിക്കണം. നിങ്ങളെ മാത്രമല്ല വഅഹ്ലീകും നാറാ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തുരക്ഷിക്കണം, സൂക്ഷിക്കണം. കാരണം വഖൂദുഹന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യന്മാരും കല്ലുകളുമാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, പരുഷ സ്വഭാവികളായ അതിശക്തരായ കഠിന അതേപോലെയുള്ള ശക്തരായ മാലാകമാർ കാവൽ നിൽക്കുന്ന നരകം. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ. അല്ലാഹുവിന്റെ കൽപ്പന ഒരിക്കലും ധിക്കരിക്കാതെ റബ്ബ് കൽപ്പിച്ചതെല്ലാം കൃത്യമായി അനുസരിക്കുന്ന റബ്ബിന്റെ മാലാകമാർ കാവൽ നിൽക്കുന്ന നരകം. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് വിശദീകരിച്ചു തരികയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ബാധ്യത. ഇതൊക്കെ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്ന സന്ദർഭത്തിലും പറയുന്ന സന്ദർഭത്തിലും നമുക്കൊരു പേടിയുണ്ടാകും. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നല്ലോ എന്നൊക്കെ ഒരു തീരുമാനത്തോടു കൂടി ആയിരിക്കും ഒരു പക്ഷേ നമ്മളൊക്കെ ഈ സദസ്സ് വിട്ടുപിരിയുന്നത്. പക്ഷേ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ പിന്നീട് പലപ്പോഴും ആ നരകത്തെക്കുറിച്ചുള്ള വിഷയങ്ങൾ അശ്രദ്ധമായി പോവുക സ്വാഭാവികമാണ്. ഒരിക്കലും വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എന്ത് കാണുമ്പോഴും കാണുമ്പോ നാം ചിന്തിക്കണം, ഇത് കണ്ടാൽ എനിക്ക് നരകം നിർബന്ധാവോ,
അത് കണ്ടാൽ എനിക്ക് സ്വർഗം നിഷിദ്ധാവോ? ഞാനത് പറഞ്ഞാൽ എനിക്ക് നരകത്തിൽ പോകേണ്ട അവസ്ഥ വരുമോ? ഞാനത് ചിന്തിച്ചാൽ എനിക്ക് സ്വർഗം നിഷിദ്ധാവോ? ഞാനത് കേട്ടാൽ എന്റെ സ്വർഗം എനിക്ക് നഷ്ടപ്പെടുമോ? ഞാനതിലേക്ക് സഞ്ചരിച്ചാൽ എനിക്ക് നരകം നിർബന്ധാവോ? പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ ആലോചിച്ചുകൊണ്ടായിരിക്കണം വിശ്വാസി അവന്റെ ഓരോ കാൽപാദങ്ങളും മുന്നോട്ട് വെക്കേണ്ടത്. സർവാധിനാഥനായ പടച്ചതമ്പുരാൻ അത്തരം ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തെക്കുറിച്ചുള്ള വചനങ്ങൾ കേൾക്കുമ്പോൾ പിന്നീടുള്ള ജീവിതത്തിലും ദിവസങ്ങളിലും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖ്യങ്ങളിൽ സർവാധിനാഥനായ റബ്ബ് നമ്മെയും നമ്മുടെ കൂട്ടുകാരെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായും രഹസ്യമായും പരസ്യമായും സംഭവിച്ച സകലമാന തിന്മകളും തെറ്റുകുറ്റങ്ങളും സർവാധിനാഥനായ പടച്ച റബ്ബ് നമുക്കതെല്ലാം ഈ സദസ്സ് വിട്ടുപിരിയും മുൻപേ തന്നെ അള്ളാഹു നമുക്കതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈ ഒരുമിച്ചുകൂടൽ ഒരു സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ വിശ്വാസിനികളായ ഒരുപാട് ആളുകൾ, പലരുടെയും മാതാപിതാക്കൾ, ജ്യേഷ്ഠ, അനുജ, അനുജത്തിമാര്, സഹോദരി സഹോദരങ്ങൾ, കൂട്ടുകാർ, കുടുംബക്കാർ, സുഹൃത്തുക്കൾ, അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ അവരെയും നമ്മയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തിലേക്ക്, നന്മയിലേക്ക്, തൗഹീദിലേക്ക്, സ്വർഗത്തിലേക്ക്, സുന്നത്തിലേക്ക് നയിക്കുന്ന നല്ല കുടുംബക്കാരെയും കൂട്ടുകാരെയും ഇണകളെയും മക്കളെയും പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. തിന്മയിലേക്ക്, ഷിർക്കിലേക്ക്, ബിദ്അത്തിലേക്ക്, നരകത്തിലേക്ക് നയിക്കുന്ന എല്ലാവിധ പിശാചിന്റെ കൂട്ടുകാരിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനസ്സിന് സന്തോഷം നൽകുന്ന, കണ്ണിന് കുളിർമ നൽകുന്ന സന്താനങ്ങളെ, ഭാര്യയെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.